വിൻറ്റേജ് വാഹനങ്ങൾ ഇപ്പോൾ കളക്ഷൻ ചെയ്യുന്ന ഒരു ഹോബിയാണ്. പക്ഷെങ്കിൽ അങ്ങനെ വിൻറ്റേജ് വാഹനങ്ങൾ കളക്ഷൻ ചെയ്യുന്ന ഹോബിയല്ല മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സ്വദേശി സാജന് പറയാനുള്ളത്. ഈ വിൻറ്റേജ് കളക്ഷനകത്ത് ഉപയോഗിക്കുന്ന ഈ പ്രീമിയർ പത്മിനി ഈ വണ്ടിക്ക് 101 വർഷത്തെ, അതെങ്കിൽ തൻ്റെ പിതാവ് മരിക്കുന്നതിന് 1 മാസം മുമ്പ് വരെ 101ാമത്തെ വയസ്സിൽ വണ്ടി ഓടിച്ച കഥയാണ് മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സ്വദേശി സാജന് പറയാനുള്ളത്. സാജ ഒന്ന് പരിചയപ്പെടുത്തിക്കും. സാജൻ, എൻ്റെ പേര് സാജൻ എന്നാണ്. എൻ്റെ വീട്ടുപേര് ചവണിക്കാമണ്ണിൽ, മല്ലപ്പള്ളിയാണ് സ്വദേശം. ഈ വണ്ടി എൻ്റെ ഫാദറ് 101 വയസ്സ് വരെ ഓടിച്ച്, 101 മരിക്കുന്നതിന് 1 മാസം മുമ്പ് വരെ ഓടിച്ച വണ്ടിയാണ്. പുള്ളിക്കത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വണ്ടിയായിരുന്നുകൊണ്ട് ഞാനത് കളയാതെ ഞാൻ വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. ഇപ്പോഴും ഓടിക്കുന്നുണ്ട്. പള്ളിയിൽ പോകാനും ഒക്കെ ഈ വണ്ടിയാണ്. പപ്പ എന്നും പള്ളിയിൽ പോകുന്ന ഈ വണ്ടിയിലായിരുന്നു. അതുപോലെ തന്നെ ഞാനും എന്നും പള്ളിയിൽ പോകാനായിട്ട് ഈ വണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. സാജ, പ്രത്യേകിച്ച് നമുക്ക് ഈ പുതിയ ട്രെൻഡി മോഡലൊക്കെ വണ്ടി വരുമ്പോഴത്തേക്കിനെ ഇതങ്ങ് കൊടുത്തേക്കാം എന്ന് കരുതിയില്ലല്ലോ. പക്ഷെങ്കിൽ അച്ഛനോടുള്ള ആ ഒരു എൻ്റെ പപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു. പുള്ളിക്ക് മറ്റു വണ്ടികളൊന്നും താല്പര്യമില്ലായിരുന്നു. മറ്റു വണ്ടിയൊക്കെ ഇത് പഴയതായി കളയാം, വേറെ വണ്ടി മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി സമ്മതിച്ചില്ല. എനിക്കിത് തന്നെ മതി, ഞാനിത് ഓടിച്ചോളാം എന്ന് പറഞ്ഞ്. അപ്പൊ അച്ഛൻ്റെ ജോലി എന്തായിരുന്നു? ജോലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ജോലിക്കാരനായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ റിട്ടയർഡ് ആയിട്ട് ഒത്തിരി വർഷങ്ങൾ ഈ വണ്ടി ഓടിച്ചു. 101 വയസ്സ് വരെ ഓടിച്ചു. അപ്പൊ നമ്മുടെ ഈ ചുനക്കാമണ്ണിലേക്ക് ഈ വണ്ടി എത്തുന്നത് എങ്ങനെയാണ്? ഇത് ഞങ്ങൾ ഫാദർ ആദ്യം വണ്ടി മേടിക്കുന്നത് 73-ലാണ്. 73-ല്, അപ്പൊ ഒരു 50-55 വർഷത്തിന് മുമ്പ്. അതെ. അന്ന് ഈ വണ്ടി ബുക്കിംഗ് ആണ്. ഇത് കിട്ടണമെങ്കിൽ ബുക്ക് ചെയ്താലേ പറ്റൂ. അത് നമ്മൾ പൈസ അടച്ച് ബുക്ക് ചെയ്തിട്ട് 4ാമത്തെ വർഷമാണ് ഈ വണ്ടി കിട്ടുന്നത്. ഒരു ബുക്ക് ചെയ്ത് 4ാമത്തെ വർഷമാണ് വണ്ടി കിട്ടുന്നത്. അപ്പൊ അന്ന് മുതൽ ഈ കിട്ടി. അന്ന് കൂടുതൽ വിലയൊക്കെ ഓരോരുത്തർ പറഞ്ഞായിരുന്നു, പക്ഷെ അത് കൊടുത്തില്ല. പിന്നെ അന്ന് മുതൽ ഇത് ഓടിച്ചോണ്ടിരിക്കുന്നു. പക്ഷെങ്കിൽ 101ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന് 1 മാസം മുമ്പ് ഒരു വണ്ടി ഓടിച്ചെന്ന് പറയുമ്പോൾ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് വിശ്വസിക്കാം. ഞങ്ങളെന്നും കാണുന്നുണ്ട്, നമുക്ക് വിശ്വസിക്കാമല്ലോ എന്ന്. പപ്പ ലാസ്റ്റിലൊക്കെ പുള്ളി ഓടിക്കണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ഒരിക്കലും. ഒരു പ്രാവശ്യം പോലും നിരുത്സാഹപ്പെടുത്തിയില്ല. ഓടിച്ചോട്ടെന്ന് തന്നെ അങ്ങനെയായിരുന്നു കേട്ടോ. മറ്റു വണ്ടിയൊക്കെ നമുക്ക് ഇവിടെ കാണാം. പക്ഷെ എങ്കിലും സാജൻ ഇത് മെയിൻറ്റെയിൻസ് ചെയ്തൊക്കെ അച്ഛന്റെ ഓർമ്മകൾ നിലനിർത്തി. ഞാൻ പപ്പ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ഇതിലായിരുന്നു. ഞാനും ഈ എല്ലാ പള്ളിയിൽ പോകുന്നത് ഇത് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഇത് മെയിൻറ്റെയിൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ അതിന് പാർട്സ് ഒന്നും കിട്ടുന്നില്ല. അത് കാരണം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത്. വേറെ ആരെ കൊണ്ട് ഓടിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്സ് കിട്ടാനില്ല. ഒരു സാധനവും കിട്ടുന്നില്ല. ഇപ്പോൾ ഉള്ളത് വെച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ. കേരള വിഷൻ്റെ പ്രേക്ഷകർക്കും മറ്റുള്ളവർക്കും വേണ്ടി മാതാപിതാക്കളെയും അല്ലെങ്കിൽ അതുപോലുള്ള ഈ വർത്തമാന കാലഘട്ടത്തിൽ മാതൃപിതൃ അല്ലെങ്കിൽ മാതാപിതാക്കളെയൊക്കെയുള്ള ബന്ധങ്ങൾക്ക് ശോഷണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഈ വർത്തമാന കാലഘട്ടത്തിലാണ് 101 വയസ്സ് വരെ തൻ്റെ പിതാവ് കാത്തു സൂക്ഷിച്ച ആ വാഹനം, അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തി മറ്റുള്ളവർക്ക് മാതൃക. അതിൻ്റെ ആ ഓർമ്മ അച്ഛനെ ഇതിൻ്റെ സാമീപ്യം ഈ വണ്ടിയിൽ കാണും, അല്ലെങ്കിൽ ഈ വീട്ടുമുറ്റത്തൊക്കെ കാണുമെന്നുള്ള ഓർമ്മ നിലനിർത്തിയാണ് സാജൻ ഇപ്പോഴും ഈ പഴയ സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രീമിയർ പത്മിനി, ഇപ്പോഴും വില കൂടിയിട്ട് പോലും ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത പത്മിനി അച്ഛൻ്റെ സ്മരണ നിലനിർത്തി ഇപ്പോഴും വിൻറ്റേജ് ക്ലാസിക്കലിലേക്ക് സൂക്ഷിക്കുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.